കോഴിക്കോട് ബേപ്പൂർ മാറാട് 2 വോട്ടർമാരെ UDF പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം. മാറാട് സ്വദേശി കോട്ടക്കാട് സ്വാമിനാഥൻ, ചിങ്ങച്ചൻ വീട്ടിൽ ശ്രീനിവാസൻ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവർ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. കോഴിക്കോട് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ്, പ്രധാനമായിട്ടും UDF പ്രവർത്തകർക്കെതിരെയാണ് ഈ ഒരു ആരോപണം ഉയരുന്നത്. എന്താണ് ആരോപണം എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ. എന്താ ഏട്ട പേരെന്താ? എൻ്റെ പേര് സ്വാമിനാഥൻ. ഇവിടെ ബേപ്പൂര് വോട്ടറാണ്? അതെ, ഇവിടെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 2ാം ബൂത്തിലെ വോട്ടറാണ്. എന്താണ് സംഭവം? എന്താണ് നിങ്ങളുടെ ആരോപണം? ഞാൻ മുൻപ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. 2019 CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻറ്റ് രാജീവൻ തിരുവച്ചറും ഞാൻ പരിചയമില്ലാത്ത വേറൊരാളും എൻ്റെ കടയിലൊരു ആക്റ്റീവ് വണ്ടിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം പറഞ്ഞു. ഞാൻ പറഞ്ഞ് അതിപ്പോൾ നടക്കുന്ന കാര്യമല്ല പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നാളെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കാശ് ഇങ്ങനെ മടക്കിയിട്ട് അവരൊരു പെട്ടിയിലേക്ക് ഇട്ട്. അപ്പോൾ ഞാനത് നിർത്തിയിട്ടില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് മാറാട് വെസ്റ്റ് ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഹമീദിനെയും 2ാം ബൂത്തിൻ്റെ സെക്രട്ടറി ആയ ആഷിഖിനെയും വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞപ്പോൾ ആ ഹമീദാണ് ഈ പണം എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത്. ഇത് എത്ര രൂപ ചെയ്തുള്ളത്? ഇത് 2000 രൂപയാണ്. 500 4 നോട്ടുകളാണ്. ഇവര് കോൺഗ്രസ് പ്രവർത്തകരാണോ അല്ല UDF-ന്? കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് രാജീവൻ മണ്ഡലം തിരുവച്ചിറ. ഈ രാജീവൻ തിരുവച്ചിറ മറ്റൊരാൾ കണ്ടാലേ അറിയുള്ളൂ. ഞാൻ ഇതിന് മുൻപ് കണ്ടിട്ടില്ല. ബേപ്പൂരുള്ള ഒരുവിധം എല്ലാ കോൺഗ്രസ്സുകാരും എനിക്കറിയാം, പക്ഷേ ഇയാളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളല്ല എന്ന് തീർത്ത് പറയാൻ കാരണം. എന്താണ്? വേറെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാൾ അവര് വീടിന്റെ തൊട്ടടുത്ത് തന്നെ. അവർക്ക് ഇതേമാതിരി 500 4 നോട്ട് കൊടുത്തിട്ടുണ്ട്. 2000. എങ്ങനെയെങ്കിലും അൻവറിനെ കരിച്ചിലാക്കി കൊടുക്കണം, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2000 കൊടുത്ത് പോയിട്ടുണ്ട്. ബേപ്പൂർ സ്വദേശിയായിട്ടുള്ള സ്വാമിനാഥന്റെ വാക്കുകളാണ് നമ്മൾ അല്പം മുൻപ് കേട്ടത്. മറ്റൊരു ബേപ്പൂര് വോട്ടറായ ശ്രീനിവാസനും UDF പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചിലർ പണം നൽകി വോട്ട് ചോദിക്കാൻ ശ്രമിച്ചു, അത് വോട്ടിന് വേണ്ടി പണം നൽകാൻ ശ്രമിച്ചു എന്ന ആരോപണവുമായി എത്തിയിട്ടുണ്ട്. ശ്രീനിവാസൻ അല്ലേ? എന്താണ് ആരോപണം? ആരോപണം വെച്ചാൽ ഞാൻ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. രാജീവൻ ബഷീർ ഒരു വീട്ടിൽ വന്ന് ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നാണ്. പിന്നെ വോട്ട് ഞങ്ങൾ ഇന്ന് കഴിച്ചിലാവണ്ടേ, ഞങ്ങൾക്ക് അനുഭവം കഴിച്ചിലാക്കണം. അന്നേരം ഞാൻ ചോദിക്കുക എത്ര രൂപ? 2000 രൂപ. 500. ഈ രാജീവന്റെ നേതൃത്വത്തിലാണ് വന്നത്. പൈസ രാജീവന്റെ നേതൃത്വത്തിലാണ്. സത്യനാഥനൊപ്പം തന്നെ ശ്രീനിവാസനും പറയുന്നത് അദ്ദേഹത്തെയും ഇതുപോലെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ ആരോപണത്തിൽ ഇദ്ദേഹവും പരാതിക്കൊരുങ്ങുകയാണ്.